IPL വിശേഷങ്ങളിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ IPL വിശേഷങ്ങൾ എന്ന് പറയുക പ്ലേ ഓഫ് പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടിക്കേറി മുമ്പന്മാരായവർ പിമ്പന്മാരായവർ മുമ്പന്മാരും എന്നുള്ളൊരു ഇതുണ്ട് ബൈബിളിലൊക്കെ. അതുപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ പ്ലേ ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ കളിലൊക്കെ ഓടിച്ചാടിച്ചൊരു ഒന്നാം സ്ഥാനത്ത് വെച്ചവർക്ക് ഇപ്പം നോക്കുമ്പോൾ 4ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതേക്കുറിച്ച് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും. പഞ്ചാബിനെ കുറിച്ച് തന്നെയാണ്. പഞ്ചാബിൻ്റെ അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ പ്ലേ ഓഫ് പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്ലേ ഓഫിന് വേണ്ടിയിട്ടുള്ളത്. ഒറ്റ ടീം ഇതുവരെ പ്ലേ ഓഫ് ഉറപ്പാക്കിയിട്ടില്ല. ഇനി ഓരോ ടീമിനും 1-2 കളികൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ടാണ് പറയുന്നത് ഒരു ടീം ഇതുവരെ പ്ലേ ഓഫ് യോഗ്യത ഉറപ്പാക്കിയിട്ടില്ല. അപ്പോൾ അതിന് മനസ്സിലാക്കാം എന്തോരം കടുപ്പം വരെ മത്സരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് RCB ആണ്. വിരാട് കോഹ്ലിയുടെ RCB, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് RCB, 16 പോയിന്റ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് അനി RCBക്ക് 2 കളിയും കൂടി ബാക്കിയുണ്ട്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് 13 പോയിന്റോടുകൂടി 13 കളി കളിച്ച് 16 പോയിന്റിന് സെയിം നേടിയ ഗുജറാത്താണ്. ക്വാളിഫൈ ആയിട്ടില്ല. ഗുജറാത്തിന് 1 കളി കൂടി ബാക്കിയുണ്ട്. അതെന്തായാലും ജയിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 സ്ഥാനക്കാരും 16 പോയിന്റായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അഡ്വാൻറ്റേജ് RCBക്കാണ്, 2 കളി ബാക്കിയുണ്ട്. 3ാം സ്ഥാനത്ത് സൺറൈസേഴ്സാണ് നിൽക്കുന്നത്, 14 പോയിന്റ്. 4ാം സ്ഥാനത്താണ് നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞ ടീമായ പഞ്ചാബ്, 12 പോയിന്റ്. പഞ്ചാബിൻ്റെ കഥ ഉണ്ട് കേട്ടോ, അതൊക്കെ പിന്നെ വരാം. അപ്പോൾ 4ാം സ്ഥാനത്ത് 13 പോയിന്റോട് കൂടി പഞ്ചാബാണ്. 13 പോയിന്റ്. 1 കളി അവർ മഴ എന്തായിട്ട് ഉപേക്ഷിച്ച കാരണം 1 പോയിന്റ് അഡീഷണൽ കിട്ടിയതാണ്. 13 പോയിന്റ് പഞ്ചാബ് 4ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്. CSK കൊണ്ടുപോയിട്ട് കലമുടച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ലേ, അതും ഞാൻ പറയാം. പഞ്ചാബും CSK കിടക്കുന്നത് പറയട്ടോ. 5ാം സ്ഥാനത്ത് കിടക്കുന്നത് രാജസ്ഥാനാണ്, 12 പോയിന്റ്. പിന്നെ 6ാം സ്ഥാനത്ത് എടുക്കുന്നത് CSK, 12 പോയിന്റ്. 7ാം സ്ഥാനത്ത് എടുക്കുന്നത് KKR, 11 പോയിന്റ് KKRന് ഉള്ളത്. പിന്നെ അപ്പോൾ എത്രയായി? 5 രാജസ്ഥാൻ, 6 CSK, 7 KKR, 8 ഡൽഹി, 10 പോയിന്റ്. 2 കളി ബാക്കിയുണ്ട്. 2 കളി ജയിക്കാതെങ്കിൽ 14 പോയിന്റ് കയറും. 14 പോയിന്റ് ആണെങ്കിൽ അവർക്ക് ചെറിയ ചാൻസ് ഉണ്ട്. ചെറിയ ചാൻസ് ഇപ്പോഴും അവർക്കുണ്ട്. മറ്റുള്ള ടീമുകളുടെ വിജയപരാജയങ്ങളൊക്കെ ഇപ്പോഴും ചെറിയ ചാൻസ് ഉണ്ട്. അവർ പുറത്തായിട്ടില്ല. ആ കൂടി പുറത്തായിട്ടില്ല ലക്നവും മുംബൈയും മാത്രമല്ല. അവർക്ക് 8 പോയിന്റാണ്. അവരെന്തായാലും പുറത്തായി. 2 പേരും പുറത്തായി. മുംബൈ ഒക്കെ പുറത്തായി. എൻ്റെ ടീമായിരുന്നു. അടുത്ത സീസണിലാവും, മറ്റേതൊക്കെ വരട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ വരുന്നത്. അപ്പോൾ 8ാം സ്ഥാനത്ത് നിൽക്കുന്ന ഡൽഹിക്കടക്കം നേരിയ സാധ്യതയുണ്ട്. ഇനി പഞ്ചാബിൻ്റെ കാര്യം പറയാം. ആദ്യത്തെ മത്സരങ്ങളൊക്കെ ടപ്പറ ജയിച്ചിട്ട് തുടർച്ചയായി 6 കളി ജയിച്ച് 1 കളി മഴ കൊണ്ടുപോയപ്പോൾ 1 പോയിന്റ് കിട്ടി. 13 പോയിന്റോട് കൂടി 1ാം സ്ഥാനത്ത് ഇരിക്കാന്നുകൊണ്ട് കാലം കുറേ ആയിരുന്നു. പിന്നെ അടുത്ത 5 കളി മെൻ്റനായിട്ട് തോക്കുന്ന മാതിരി തോൽവി. ഇത് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയില്ല, അതുമാതിരിയാണ്. 6 കളി ജയിച്ച് അങ്ങ് ടോപ്പ് 1 ഇരുന്ന വ്യക്തിയുടെ ടീം, അയ്യൻ്റെ ടീം തുടർന്നുള്ള 5 കളികളിൽ തോറ്റ് 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി അവർ തോറ്റ് കഴിഞ്ഞാൽ അവർ പുറത്താവും. 2 കളിയുടെ ബാക്കിയുള്ളൂ. ഇനി അവർ തോറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ് അവർ പുറത്താവും. ഇനി 2 കളി അവർക്ക് ജയിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ആ അവസ്ഥ ആലോചിച്ച് നോക്കുക. അത് 6 കളി ജയിക്കുന്നു, 1ാം സ്ഥാനത്ത് ഇരിക്കുന്നു. പിന്നെ 5 കളി തോക്കുന്നു, 4ാം സ്ഥാനത്തേക്ക് ഇറങ്ങുന്നു. അൺബിലീവബിൾ. സ്വപ്നങ്ങളിൽ മാത്രം. അമ്മാതിരി കളിയാണ് നമ്മുടെ പഞ്ചാബ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാ, നല്ല ബാറ്റിംഗ് യൂണിറ്റൊക്കെ ഉണ്ട്. നല്ല ബാറ്റിംഗ് യൂണിറ്റ് ഉണ്ട്. വെബ്സൺ, പിന്നെ ചങ്ങായി പേര് ഞാൻ എപ്പോഴും മറക്കും. ആ ചങ്ങായി 2 ഓപ്പണിംഗ് കിഡിലൻ കൂട്ടുകെട്ടുണ്ട്. 1 ഡൗണിൽ ഓസ്ട്രേലിയയുടെ ചങ്ങായി വരുന്നുണ്ട്. പിന്നെ ശ്രേയസ് അയ്യർ ഉണ്ട്. കളിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ബോളിംഗ് യൂണിറ്റ് വലിയ പോരാ. നമ്മുടെ ബോളിംഗ് യൂണിറ്റ് അങ്ങോട്ടൊരു ക്ലച്ച് അങ്ങോട്ട് പിടിക്കില്ല. ബാർലേറ്റിയും നമ്മുടെ ഇന്ത്യൻ ബേസ്ബോളിൻ്റെ ലെഫ്റ്റ് ഹാൻഡർ അർഷദീപ് സിംഗ് ഒക്കെ ഉണ്ടായിട്ട് അവർക്കൊരു ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. എത്ര സ്കോർ ബാറ്റ്സ്മാൻമാർ അടിച്ചാലും ഏതൊരു ടീം വന്ന് ഈ ബോളർമാർ അടിച്ചിട്ടിട്ട് അവർ പുഷ്പം പോലെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അതാണ് പഞ്ചാബിൻ്റെ അവസാനം. CSK ഉണ്ടായിരുന്നൊരു ചാൻസ് ഞാൻ പറഞ്ഞത്. CSK കഴിഞ്ഞ കളി തോറ്റിരുന്നു. ആരും തോറ്റ CSK ലക്നൗ ആയിട്ട് തോറ്റിരുന്നു. ആ കളിക്ക് മുമ്പ് വരെ CSK 5ാം സ്ഥാനത്തായിരുന്നു, 12 പോയിന്റോട് കൂടി. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ ഒരു ആനുകൂല്യം കാരണം കൊണ്ടാണ് CSK 5ാം സ്ഥാനത്ത് എത്തിയത്. രാജസ്ഥാൻ റോയൽസ് 5ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ആ കളി അന്തസ്സായിട്ട് പൊട്ടി ലക്നൗ ആയിട്ട്. ആദ്യം ടോസ് കിട്ടുന്നു ലക്നൗ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു. 150 റൺസൊക്കെ എടുത്തു, എന്നിട്ട് പോലും തോറ്റു.
എന്നിട്ട് പോലും തോറ്റു. സഞ്ജു 20 ബോളിന് 20 എടുത്തത്, എന്നിട്ട് പോലും അവർ തോറ്റു. അത് ജയിച്ചിരുന്നെങ്കിൽ, സിമ്പിളായിട്ട് ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 4ാം സ്ഥാനത്ത് കയറായിരുന്നു. എന്ന് പറഞ്ഞാൽ പഞ്ചാബിനെ താഴ്ത്തിറക്കിയിട്ട് മേലെ കയറായിരുന്നു. അതായത് നല്ല എമണ്ടനായിട്ട് ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് 3ാം സ്ഥാനം വരെ, CSK 3ാം സ്ഥാനം വരെ കയറായിരുന്നു. പക്ഷെ അത് പോയി കിട്ടി. അപ്പോൾ എന്തായി, എമണ്ടനെ തോറ്റപ്പോൾ നെറ്റ് റൺ റേറ്റും കുറഞ്ഞ് 5ാം സ്ഥാനം രാജസ്ഥാൻ റോയൽസിന് കൊടുത്തിട്ട് തൽക്കാലം CSK 6ാം സ്ഥാനത്ത് വിശ്രമിക്കുന്നു. പിന്നീടുള്ള എല്ലാ കളികളും ജയിച്ചേ പറ്റൂ CSKക്ക്. എൻ്റെ ഓർമ്മ അനുസരിച്ചിട്ട് ഇനി CSKക്ക് 3 കളിയോ അല്ല 2 കളിയും കിട്ടുള്ളൂ. CSKക്ക് 2 കളിയുള്ളൂ. പക്ഷേ രാജസ്ഥാൻ റോയൽസിന് 3 കളിയുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇനി CSKയുടെ ഒരു കളി ഗുജറാത്തായിട്ടാണ്. ഗുജറാത്തിന് ഓൾറെഡി 13 കളി, ഒരു കളി ബാക്കിയുള്ളത് CSK ആയിട്ടാണ്. അപ്പോൾ ഇനിയുള്ള കളികളൊക്കെ ക്രൂഷ്യലാണ്. ഇനിയുള്ള കളികൾ ജയിക്കുന്നവർ മേലേക്ക് കിടന്നു, തോക്കുന്നവർ താഴേക്ക് നിലം പൊത്തുന്നുള്ള അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഡൽഹിക്കൊക്കെ ഒരു കളി തോറ്റു കഴിഞ്ഞാൽ തീർന്നു. അപ്പം അങ്ങനെ വാശിയേറിയ മത്സരങ്ങളാണ് IPL നടക്കുന്നത്. അപ്പോൾ കളിയൊന്നും മിസ്സാക്കരുത്. അറ്റ്ലീസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന ടീമുകൾ ഏതായിട്ടാണ് നോക്കുക. എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന MI ആണ്. MI പോയ കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട്, പോവാതൊക്കെ നടത്തു പോയില്ലേ. പിന്നെ പ്രതീക്ഷിക്കണ്ടല്ലോ, മറ്റുള്ളവർ അന്നം മുടക്കിയാൽ മതിയല്ലോ. അതൊന്നും അന്നം മുടക്കലാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചാബിനടക്കം മുംബൈ തോൽപ്പിച്ചു. അന്നം മുടക്കുകയാണ്. എന്താ ചെയ്യുക? അടിവാത്ത ടീമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അടിച്ച് പഞ്ചറാക്കന്നെ. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസിയൊക്കെ പോയി ടീമിലില്ലാത്ത കാരണം കൊണ്ട് എല്ലാവരും വന്നവരും പോരൊക്കെ അടിച്ചിട്ട് തന്നെ, വന്നവരും പോരൊക്കെ അടിക്കുക തന്നെയാണ്. ഇപ്പോൾ ടീമായിട്ട് ഒത്തുണക്കത്തോടു കൂടി മുംബൈ കളിക്കുന്നത്. മുംബൈ കളിച്ചെന്നൊക്കെ എവിടെ തന്നെ ടീമാണ്. അപ്പോൾ പഞ്ചാബും കയറട്ടെ, CSKയും കയറട്ടെ, എല്ലാവരും കയറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.